ചർച്ചകൾക്കൊടുവിലാണ് പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചത്. ചികിത്സാ പിഴവ് ആരോപിച്ച് കൃഷ്ണയുടെ മൃതദേഹവുമായാണ് കുടുംബാംഗങ്ങൾ പ്രതിഷേധിച്ചത്. അർഹമായ നഷ്ടപരിഹാരം നൽകണം, ചികിത്സിച്ച ഡോക്ടർ ബിനുവിനെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ബന്ധുക്കൾ ചർച്ചയിൽ ഉന്നയിച്ചത്. കൃഷ്ണയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലെ പിഴവാണെന്നുള്ള കാര്യം തത്വത്തിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിക്കാമെന്ന് ചർച്ചയ്ക്ക് ശേഷം ADM രേഖാമൂലം ഉറപ്പു നൽകി. ഗവൺമെന്റ് ഭാഗത്തുള്ള വീഴ്ച കൊണ്ടാണ്, ആരോഗ്യവകുപ്പിന്റെ വീഴ്ച കൊണ്ടാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം വേണമെന്നുള്ള കാര്യം കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ADM അംഗീകരിച്ചുകൊണ്ട് ഗവൺമെന്റിലേക്ക് ആ ശുപാർശ കൈമാറാം എന്നുള്ള കാര്യത്തിൽ സമ്മതമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജൂലൈ 15-നാണ് കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കായി കൃഷ്ണ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഗണിക്കാതെ കുത്തിവയ്പ് നൽകിയത് മരണകാരണമായെന്നാണ് ആരോപണം. വേറൊരു അസുഖമില്ലാതെ കിഡ്നി സ്റ്റോണിന്റെ ഭാഗമായിട്ട് മാത്രം പോയ ഒരാൾക്ക് ഡോക്ടർ നേഴ്സോ അവരാരെയും എല്ലാം ചെയ്യാതെ ഇങ്ങനെ എന്തെങ്കിലും വരുമോ? കൂട്ടിരിക്കാനുള്ള ഒരാൾ പോലും ഇല്ല. ഞാൻ പുറത്തു പോയ സമയത്ത് സംഭവിച്ച ഇതല്ല. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച മറയ്ക്കാൻ വ്യാജരേഖകൾ കെട്ടിച്ചമച്ചെന്നാണ് പരാതി. നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി അധികൃതർ ECG രേഖകൾ കൃത്രിമമായി നിർമ്മിക്കുകയും കൃഷ്ണയുടെ ഭർത്താവ് ശരത്തിന്റെ വ്യാജ ഒപ്പ് ഉപയോഗിക്കുകയും ചെയ്തെന്നാണ് പരാതി. ഈ ഇഞ്ചക്ഷൻ അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് കൊടുക്കാൻ പാടില്ല. അതൊരു അലർജി കംപ്ലൈൻ്റ് ഉള്ള പേഷ്യൻ്റ് ആയാൽ പോലും, ആർക്കായാൽ പോലും, നമുക്കായാൽ പോലും, ഒരു സാധാരണ ഒരാൾക്കായാൽ പോലും ഓവറാനും ട്രമഡോളും ടെസ്റ്റ് കൊടുത്ത് 15 മിനിറ്റ് കഴിയാതെ ഒരു ബോഡിയിലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കൃഷ്ണയുടെ ഭർത്താവ് ശരത് നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ കൃഷ്ണയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.